ടെക് ലോകത്തെ വാർത്തകൾ. ജനപ്രിയ മോഡലായ മാരുതി എക്സ്പ്രസ്സോയുടെ വില കുറച്ചു. GST പരിഷ്കാരങ്ങളനുസരിച്ച് നികുതി കുറച്ചതാണ് കാർ പ്രേമികൾക്ക് അനുകൂലമായത്. മാരുതി സുസുക്കിയുടെ ജനപ്രിയ മൈക്രോ SUV എക്സ്പ്രസ്സോയുടെ വില കുറച്ചു. കേന്ദ്ര സർക്കാരിന്റെ സമീപകാല GST പരിഷ്കാരങ്ങൾ അനുസരിച്ച് ചെറിയ പെട്രോൾ, CNG എഞ്ചിൻ വാഹനങ്ങളുടെ നികുതി കുറച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഇപ്പോൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. ഈ തീരുമാനം എക്സ്പ്രസ്സോയുടെ അടിസ്ഥാന മോഡലിൽ 37,000 രൂപ വരെയും ടോപ്പ് എൻഡ് CNG വേരിയന്റിന് 53,000 രൂപ വരെയും വില കുറച്ചു. മാരുതി സുസുക്കി എക്സ്പ്രോയുടെ അടിസ്ഥാന മോഡലായ STD MTയുടെ വില ഇപ്പോൾ 3.9 ലക്ഷം രൂപയാണ്. അതേസമയം LXi MTക്ക് 43,000 രൂപയും VXi MTക്ക് 44,000 രൂപയും കുറഞ്ഞു. മാരുതി സുസുക്കി എക്സ്പ്രസ്സോ അതിന്റെ കോമ്പാക്ട് ഡിസൈനും SUV പോലുള്ള സ്റ്റൈലിംഗും കാരണം ബജറ്റ് വിഭാഗത്തിൽ വളരെ ജനപ്രിയമാണ്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, ഡ്യുവൽ ടോൺ ബമ്പറുകൾ, സ്മാർട്ട് ഹെഡ് ലാമ്പുകൾ, ആകർഷമായ ബോഡി ഗ്രാഫിക്സ് എന്നിവ ഇതിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CCTVകൾക്ക് സർട്ടിഫിക്കേഷൻ വരുന്നു. ദൃശ്യങ്ങൾ വിദേശ സെർവറുകളിലേക്ക് പോകില്ലെന്ന് ഉറപ്പുവരുത്തിയേ ഇനി ലൈസൻസ് നൽകൂ. ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ CCTV ക്യാമറകൾക്കും ഇത് ബാധകമാകും. സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ CCTV ക്യാമറകൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി. BIS മാർക്ക് ലഭിക്കണമെങ്കിൽ ഇനി STQC നേടിയിരിക്കണം. ഇന്ത്യയിൽ നിർമ്മിച്ച വിൽപ്പന നടത്തുന്ന ഭൂരിഭാഗം കമ്പനികളും ചിപ്പ്, പ്രോസസർ, സോഫ്റ്റ്വെയർ എന്നിവയ്ക്ക് വിദേശ കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇത്തരം CCTVകളുടെ ദൃശ്യങ്ങൾ വിദേശ കമ്പനികളുടെ സെർവറിൽ സൂക്ഷിക്കുന്നുമുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളിൽ കാണാനുള്ള സംവിധാനമാണ് ഇപ്പോഴുള്ളത്. സുപ്രധാന സ്ഥലങ്ങൾ, വഴികൾ, വീടുകൾ, ആളുകൾ, മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടും. സോഫ്റ്റ്വെയറുകളിൽ മാറ്റം വരുത്തി ഡേറ്റ ചോർച്ച ഉൾപ്പെടെയുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് STQC ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിദേശ സെർവറുകളിൽ പോകുന്നതിന് പഴുതുകളില്ലെന്ന് ഉറപ്പിച്ച് ലൈസൻസ് നൽകൂ. 2019 റെയിൽവേയാണ് CCTVകൾക്ക് മാനദണ്ഡം കൊണ്ടുവന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് STQC നിർബന്ധമാക്കി ഉത്തരവിറക്കിയത്. സർട്ടിഫിക്കറ്റിനായി CCTV സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പരിശോധിക്കും. ഹാർഡ്വെയർ ഡിസൈൻ, ഉപയോഗിച്ചിരിക്കുന്ന പോർട്ടുകളും അവയുടെ ഉപയോഗവും പരിശോധിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ചതോ വിൽക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ CCTV ക്യാമറകൾക്കും ഇത് ബാധകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബോൺ ഗ്ലൂ വികസിപ്പിച്ചെടുത്ത് ചൈനീസ് ഗവേഷകർ. എല്ല് പൊട്ടിയാൽ ഇനി മിനിറ്റുകൾ കൊണ്ട് ഒട്ടിക്കാം. ശരീരത്തിലെ എല്ല് പൊട്ടിയാൽ ചികിത്സ തേടിയ ശേഷം പരുക്ക് ഭേദമാകാൻ ഇനി ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ടതില്ല. വെറും 3 മിനിറ്റിനുള്ളിൽ എല്ലുകളിലെ പൊട്ടൽ ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ ബോൺ ഗ്ലൂ വികസിപ്പിച്ചെടുത്തതായി ചൈനീസ് ഗവേഷകർ. ഇത്തരത്തിലുള്ള ഒരു ബോൺ ഗ്ലൂ വികസിപ്പിക്കാൻ ഗവേഷകർ വളരെ കാലമായി ശ്രമിക്കുകയായിരുന്നു. ചൈനീസ് ഗവേഷകരാണ് ഈ രംഗത്ത് നിർണായക മുന്നേറ്റം നടത്തിയത്. ബോൺ 02 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്ലൂ കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ഒരു ഗവേഷക സംഘമാണ് പുറത്തിറക്കിയതെന്ന് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. രക്തം വാർന്ന സാഹചര്യങ്ങളിൽ പോലും 2-3 മിനിറ്റിനുള്ളിൽ കൃത്യമായി എല്ലുകളെ ഉറപ്പിക്കാൻ ഈ പശയ്ക്ക് കഴിയും. എല്ലിന്റെ പൊട്ടൽ ഭേദമാകുന്നതനുസരിച്ച് ഈ പശ സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ഇംപ്ലാന്റുകൾ നീക്കം ചെയ്യാൻ മറ്റൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. സുരക്ഷയുടെയും ഫലപ്രാപ്തിയുടെയും കാര്യത്തിൽ ബോൺ 02 മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത ചികിത്സാ രീതികളിൽ സ്റ്റീൽ പ്ലേറ്റുകളും സ്ക്രൂകളും ഘടിപ്പിക്കുന്നത് വലിയ മുറിവ് അവശേഷിപ്പിച്ചിരുന്നു. ബോൺ 02 ഉപയോഗം മൂലം അതെല്ലാം ഒഴിവാക്കാം. 150-ലധികം രോഗികളിൽ ബോൺ ഗ്ലൂ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.